RSS ശതാബ്ദി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തതിന് സർക്കാർ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിന് സ്റ്റേ. കർണാടക സർക്കാരിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ലിംഗസഗൂരിലെ RSS പദസഞ്ചലനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ PDO പ്രവീൺ കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. തേജസ്വി സൂര്യയുടെ അഭിഭാഷക കമ്പനിയാണ് കേസ് നടത്തിയത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, RSS ശതാബ്ദി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തതിനാണ് സർക്കാർ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ആ ഉത്തരവിന് ഇപ്പോൾ സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ RSS നിരോധനം എന്നുള്ളത് ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയായിരുന്നു സിദ്ധരാമയ്യ സർക്കാർ. ഈ അടുത്തിടെ പൊതുസ്ഥലങ്ങളിൽ RSS പ്രവർത്തനങ്ങൾ തടയുക ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന സമാനമായൊരു ഉത്തരവും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് RSS ശതാബ്ദി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്ത സംഭവത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിനും ഇപ്പോൾ സ്റ്റേ വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് ഉത്തരവ്. ലിംഗസരൂരിലെ RSS പദസഞ്ചലനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ PDO പ്രവീൺ കുമാറിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതാണ് നിലവിലിപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഈ സംഭവത്തിലും ഉണ്ടായിട്ടുള്ളത്. MP തേജസ്വി സൂര്യയുടെ അഭിഭാഷക കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് നടത്തിയതും. ഇപ്പോൾ കർണാടക സർക്കാർ ഈ വിഷയത്തിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം.